മോർണിംഗ് എവരിവൺ. ദിസ് ഈസ് RJ Rose, RJ കൃഷ്ണ, RJ Alex, RJ റാഫി. തണൽക്കൂട്ടം എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തണലിൽ ഇത്തിരി നേരം. ഇന്ന് നമുക്ക് രണ്ട് പുതിയ കൂട്ടുകാരെ പരിചയപ്പെട്ടാലോ? എന്റെ പേര് RJ Alex. എന്റെ പേര് RJ റാഫി. ഞങ്ങൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖം തന്നെ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠിത്തമൊക്കെ? കുഴപ്പമില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ അസംബ്ലി ശ്രദ്ധിച്ചോ? എന്താ? വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ ടീച്ചർമാരുടെ നേതൃത്വത്തിൽ വിവിധ ഭാഷകളിലായാണ് അസംബ്ലി നടത്തിയത്. ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃത്, ഹിന്ദി ഭാഷകളിലാണ് നടത്തിയത്. നമുക്ക് ഇന്നത്തെ കുസൃതി ചോദ്യം നോക്കിയാലോ? അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ ആരാന്ന് നോക്കണ്ടേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പറ്റിയേ? കമന്റ് ഇടുമ്പോൾ ആരും പേരിടുന്നില്ല. ഇനി മുതൽ ഉത്തരം കമന്റ് ചെയ്യുമ്പോൾ എല്ലാവരും പേരിടണേ. നമുക്കിനി നിലവിലത്തെ വിന്നർ ആരാണെന്ന് കണ്ടെത്തണ്ടേ? ബിനീഷ് പി പൗളോ ആണ് ഈ ക്യൂസിലെ ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കുസൃതി ചോദ്യം നോക്കിയാലോ? കാലുകൾ ഇല്ലാത്ത ടേബിൾ. ഉത്തരം കമന്റ് ചെയ്യണേ. ഐക്യരാഷ്ട്രസഭ 1989 മുതൽ മദ്യമടക്കമുള്ള എല്ലാ ലഹരി വസ്തുക്കൾക്കും എതിരെ ലോകരാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും സഹകരണവും ഉറപ്പാക്കി. അതിനുവേണ്ടി എല്ലാ വർഷവും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ചങ്ങലകൾ തകർക്കുക, എല്ലാവർക്കും പ്രതിരോധ ചികിത്സ വീണ്ടെടുക്കൽ എന്ന പ്രമേയവുമായി 2025 ജൂൺ 26 വ്യാഴാഴ്ച നമ്മുടെ സ്കൂളിൽ ആചരിച്ചു. പ്രൊഫസർ ഡോക്ടർ ജോജി മാടപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. അയർക്കുന്ന മെസ്സിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞ എടുത്തു. അതോടൊപ്പം നമ്മൾ എല്ലാവരും സൂബ ഡാൻസ് കളിച്ചില്ലേ? അന്ന് തന്നെ നമ്മുടെ സ്കൂളിൽ ദിശ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും ചെയ്തു. ഇനി നമുക്ക് ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എലിസബത്ത് ഫ്രാൻസിസിന്റെ പ്രസംഗം കേട്ടാലോ? നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗം. വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് ലഹരിക്ക് അടിമകളാകുന്നു. വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ലഹരിയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരികളും മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകളെ നശിപ്പിക്കുന്നതോടൊപ്പം കുടുംബ സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കുന്നു. ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ തോത് നിർണ്ണയിക്കുന്നത് അവിടുത്തെ യുവതലമുറയുടെ സാമൂഹിക പ്രതിബദ്ധതയോടുള്ള വീക്ഷണവും പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ടാണ് ഇത്തരം മാഫിയകൾ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിടുന്നത്, അതിന് അടിമകളാകുന്നതും. ഇത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയെ സാരമായി ബാധിക്കുന്നു എന്ന് മാത്രമല്ല നാശത്തിന് തന്നെ കാരണമാകുന്നു. അതിനാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിക്ക് തന്നെ ഭീഷണിയായ ഇത്തരം പ്രവണതകൾക്ക് എതിരെ എല്ലാ ജനങ്ങളും അണിചേരണം. വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ലഹരിയുടെ ഉപയോഗത്തിനെതിരെ പോരാടാം. സമൂഹത്തെ രക്ഷിക്കുന്നതിന് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ അണിചേരാം. ജീവിതമാണ് ലഹരി എന്ന് പ്രഖ്യാപിക്കാം. ലഹരി മുക്ത നാളേക്കായി അണിചേരാം. നഗരചരിത്ര പരിപാടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ജില്ല കണ്ണൂർ. തറികളുടെയും തിറകളുടെയും നാട് കണ്ണൂർ. ഏറ്റവും നീളമുള്ള കടൽ തീരം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. 3 സീകളുടെ നഗരം കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലൈവുഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. സെവൻ ബിയിലെ അൻസ്മോൾ സുരേഷിന്റെ മധുരമൂറുന്ന നാടൻ പാട്ട് കേട്ടാലോ? എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല. പട്ടുഞ്ഞൊറിയിട്ട പാവാട വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ, പച്ചയരച്ചൊരു മൈലാഞ്ചി
ഇട്ടു തരാന്നു പറഞ്ഞതല്ലേ, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല. ഇന്നലെ കാവിലെ തോറ്റം കാണാൻ കൊണ്ടുപോവാന്നു പറഞ്ഞതല്ലേ, ഇന്നു വെളുപ്പിന് പൂരം കാണാൻ കൊണ്ടുപോവാന്നു പറഞ്ഞതല്ലേ, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല. പീലി നിറമുള്ള കുപ്പിവള വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ, കൊന്ന നിറമുള്ള പുള്ളിക്കുറി ഇട്ടു തരാന്നു പറഞ്ഞതല്ലേ, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല. നമ്മുടെ സ്കൂൾ സ്റ്റാഫായ ജോയ്സ് ആന്റണി സാറിന്റെ പാട്ട് കേട്ടാലോ? പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്തു പൊൻവേണൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. പുലർനിലാച്ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ, അലയുമീ തെന്നലൻ കരളിലെ തന്ത്രിയിലലസമായി കൈവിരൽ ചേർത്തതാവാ, മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ, മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ, താനെ തുറക്കുന്ന ജാലകച്ചിൽ തെളിനിഴൽ ചിത്തം തെളിഞ്ഞതാവാ, പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. തരളമാം സന്ധ്യതൻ നറുമലർത്തിങ്കളിൽ നെറുകയിൽ ചന്ദനം തൊട്ടതാവാ, കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയായി മൂളി പറന്നതാവാ, അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാ, അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാ, ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെൻ ആരോ സ്വകാര്യം പറഞ്ഞതാവാ, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം,
പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുകൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ജൂലൈ 4-ാം തീയതി KCLSന്റെ ഈ വർഷത്തെ പ്രവർത്തന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ തിരിതെളിച്ച് ഉദ്ഘാടനം നടത്തി. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇന്ന് ജൂലൈ 5 ബഷീർ ഓർമ്മ ദിനം. So stay tuned for the next episode. It's me, RJ Rose, RJ Krishna, RJ Alex, RJ റാഫേൽ signing off.